وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ സവാദ് ബിൻ ഗസിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രകടിപ്പിച്ച അനിതര സാധാരണമായ സ്നേഹത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. സവാദ് ബിൻ ഗസിയ പ്രസ്തുത യുദ്ധത്തിൽ നിന്നും വിജയശ്രീലാളിതനായി മടങ്ങി. അതുപോലെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഖാലിദ് ബിൻ ഹിഷാമിനെ ബന്ദിയുമാക്കി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖൈബർ യുദ്ധത്തിലെ യുദ്ധം മുതൽ ശേഖരിക്കുന്നതിനുള്ള മേൽനോട്ടം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ പ്രസ്തുത സംഭവം ഹസരത്ത് സവാദ് ബിൻ ഗസിയയുടേതല്ല, മറിച്ച് സവാദ് ബിൻ അമ്രിൻ്റെതാണ്. എന്നാൽ ആ സംഭവം വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ ജീവചരിത്രങ്ങളിലും ഈ സംഭവം സവാദ് ബിൻ ഗസിയയുടെ പേരിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് സീറത്ത് ഖാത്തമുൻ നബിയിനിൽ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിക്കുന്നു. അത് ഹിജ്റ 2-ാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ച ആയിരുന്നു. ക്രിസ്തുവർഷ പ്രകാരം 623 മാർച്ച് 14 പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആദ്യം തന്നെ നമസ്കാരം നിർവഹിക്കപ്പെട്ടു. തുടർന്ന് ഏകദൈവാരാധകർ തുറന്ന മൈതാനത്തിൽ പോയി ഏകനായ ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് അഥവാ ധർമ്മസമരത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നിർവഹിച്ചു. അല്പം കഴിഞ്ഞ് കുറച്ച് നേരം വെളുത്തപ്പോൾ നബി തങ്ങൾ ഒരു അമ്പ് ചൂണ്ടി മുസ്ലിങ്ങളുടെ അണി ശരിയാക്കാൻ തുടങ്ങി, സഫ് ശരിയാക്കി തുടങ്ങി. സവാദ് എന്നു പേരുള്ള ഒരു സഹാബി അണിയിൽ നിന്നും മുൻകടന്ന് നിൽക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അമ്പ് ചൂണ്ടി പിറകോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നാൽ അവിചാരിതമായി ആ അമ്പിന്റെ തടിഭാഗം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടി. അദ്ദേഹം ധാർഷ്ട്യഭാവത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളെ അള്ളാഹു സത്യത്തോടും നീതിയോടും കൂടിയാണ് നിയുക്തനാക്കിയിട്ടുള്ളത്. എന്നാൽ താങ്കൾ അന്യായമായി എന്നെ അമ്പുകൊണ്ട് മർദ്ദിച്ചിരിക്കുന്നു. അള്ളാഹു ആണ് ഞാനിതിന് പ്രതികാരം വീട്ടുന്നതാണ്. സഹാബാക്കൾ അമ്പരന്നു പോയി, ആകെ പ്രയാസത്തിലായി. സവാദിന് ഇതെന്തു പറ്റി? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വാത്സല്യപൂർവ്വം പറഞ്ഞു, സവാദെ, താങ്കളും എന്നെ അമ്പുകൊണ്ട് അടിച്ചുകൊള്ളുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തൻ്റെ മാറിടത്തു നിന്നും വസ്ത്രം നീക്കി. സവാദ് സ്നേഹാതിരേകത്താൽ മുന്നോട്ട് വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറിടത്തിൽ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സവാദെ, ഇങ്ങനെ ചെയ്യാൻ താങ്കൾക്ക് എന്താണ് തോന്നിയത്? അദ്ദേഹം ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശത്രുക്കളുമായി മുഖാമുഖം ആയിരിക്കുന്നു. ഇവിടെ നിന്നും ജീവനോടെ മടങ്ങാൻ പറ്റുമോ എന്ന് യാതൊരു നിശ്ചയവുമില്ല. ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പുണ്യ ദേഹവുമായി എൻ്റെ ശരീരം സ്പർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ടു മുമ്പായി ഇത്തരമൊരു സംഭവം അരങ്ങേറിയതായി പരാമർശിക്കുകയുണ്ടായി. അതായത് ബദർ യുദ്ധവേളയിലല്ല, മറിച്ച് തിരുനബിയുടെ മരണത്തിന് അടുത്ത സമയത്ത് ഇതിനോട് സാമ്യമുള്ള ഒരു സംഭവം നടന്നതായി വിവരിച്ചു. പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹവിയോഗം സമീപസ്ഥമായപ്പോൾ തിരുനബി സ്വഹാബാക്കളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു,
നോക്കൂ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് എന്നിൽ നിന്നും വല്ല വീഴ്ചയും വന്നു കാണാം. ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല നഷ്ടവും വരുത്തിയെന്നും വരാം. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് മുമ്പാകെ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങൾ അത്തരം വാദവുമായി എനിക്കെതിരെ വരാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിൽ ആർക്കാണോ ഞാൻ മുഖേന വല്ല നഷ്ടവും ഭവിച്ചിട്ടുള്ളത്, ഈ ലോകത്ത് വെച്ച് തന്നെ അവർ എന്നിൽ നിന്നും നഷ്ടപരിഹാരം നേടട്ടെ. സഹാബാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന സ്നേഹാനുരാഗങ്ങൾ കണക്കിലെടുത്താൽ ഈ വാക്കുകൾ അവരുടെ നെഞ്ചകങ്ങളിൽ കഠാര പോലെ കുത്തിത്തറിച്ചിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവരുടെ ഹൃദയങ്ങളിൽ എത്രമാത്രം നൊമ്പരമുളവായി കാണും. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. അവരെല്ലാവരും ശോകാദ്രരായി. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവർക്ക് ശബ്ദമിടറി തുടങ്ങി. എന്നാൽ ഒരു സഹാബി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, താങ്കൾ പറഞ്ഞു ഞാൻ കാരണം ആർക്കെങ്കിലും വല്ല നഷ്ടവും ഭവിച്ചെങ്കിൽ അയാൾ അതിനുള്ള പ്രതികാരം എന്നിൽ നിന്നും നേടട്ടെ എന്ന്. ആയതിനാൽ ഞാൻ അങ്ങയിൽ നിന്നും ഒരു പ്രതികാരം നേടാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെട്ടെന്ന് തന്നെ പറയുക, താങ്കൾക്ക് ഞാൻ കാരണം എന്തു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ആ സഹാബി പ്രകാരം വാചാലനായി, യാ റസൂലല്ലാ, അന്നൊരു യുദ്ധത്തിന്റെ വേളയിൽ താങ്കൾ അണി ശരിയാക്കുമ്പോൾ അങ്ങയുടെ കൈമുട്ട് എൻ്റെ പുറത്ത് തട്ടി. താങ്കൾ ഒരു സഫിൽ നിന്നും മറ്റൊരു സഫിലേക്ക് മുന്നോട്ട് പോകുകയായിരുന്നു. അതിനിടയിലാണ് അത് സംഭവിച്ചത്. ആ സമയത്ത് അങ്ങയുടെ കൈമുട്ട് എൻ്റെ പുറത്ത് തട്ടിയിരുന്നു. ഞാൻ ഇന്ന് അതിന് പകരം ചോദിക്കാൻ ആശിക്കുന്നു. സഹാബാക്കൾ വിവരിക്കുന്നു, അന്നേരം ഞങ്ങൾ കലിപൂണ്ട് വാളുകൾ ഊരി തുടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ കണ്ണുകളിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു. തദവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വെട്ടി നുറുക്കിയേനെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുറംഭാഗം അദ്ദേഹത്തിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ശരി, പകരം വീട്ടിക്കൊള്ളുക. എന്നെയും അപ്രകാരം കൈമുട്ടുകൊണ്ട് തട്ടിക്കൊള്ളുക. ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാ, ഇങ്ങനെയല്ല. താങ്കളുടെ കൈമുട്ട് എൻ്റെ പുറത്ത് തട്ടിയ സമയത്ത് എൻ്റെ പുറം നഗ്നമായിരുന്നു. ഇപ്പോൾ താങ്കളുടെ പുറത്ത് വസ്ത്രമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായി പറഞ്ഞു, എൻ്റെ പുറം ഭാഗത്ത് നിന്നും വസ്ത്രം മേൽപോട്ട് ഉയർത്തി പിടിക്കുക. ഇദ്ദേഹം ഇങ്ങനെ എന്നോടുള്ള പകരം വീട്ടട്ടെ. സഹാബാക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറം ഭാഗത്തു നിന്നും വസ്ത്രം പൊക്കിയപ്പോൾ ആ സഹാബി വിറയാർന്ന ചുണ്ടുകളാലും കണ്ണുനീർ വാർത്തും മുന്നോട്ട് വന്നു. എന്നിട്ട് സ്നേഹവിവശനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗ്നമായ പുറത്ത് ഒരു ചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഈ ഒന്നിനും കൊള്ളാത്ത അടിമയായ ഞാൻ അങ്ങയോട് എന്ത് പ്രതികാരം ചെയ്യാനാണ്? അങ്ങ് ഞങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ വിറയലുണ്ടാക്കുന്ന സമയത്തെക്കുറിച്ച്, അതായത് തിരുനബിയുടെ മരണത്തെക്കുറിച്ച്, അത് ആസന്നമായിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചുണ്ടുകൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും സമ്മിളിത രൂപമാക്കി അള്ളാഹു മാറ്റിയ ഈ പുണ്യ ശരീരത്തെ ഒരിക്കലെങ്കിലും സ്പർശിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. ആയതിനാൽ എൻ്റെ ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അന്ന് കൈമുട്ട് കൊണ്ടതിനെ ഞാനൊരു കാരണമാക്കി. അവസാനമായി അങ്ങയെ ഒന്ന് ചുംബിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. യാ റസൂലല്ലാ, കൈമുട്ട് തട്ടുന്നതൊക്കെ വളരെ നിസ്സാരം. ഞങ്ങളുടെ സർവസ്വവും അങ്ങേക്ക് തെണ്ടമാണ്. അങ്ങയെ ചുംബിക്കാനുള്ള അവസരം കരഗതമാക്കാൻ എൻ്റെ മനസ്സ് ഒരു കാരണം മെനഞ്ഞെന്ന് മാത്രം. ആ വ്യക്തിയെ അതുവരെ വധിക്കാൻ ഒരുങ്ങി നിന്ന സഹാബാക്കൾ അവർ വളരെ കോപാകുലരായിരുന്നു. എന്നാൽ ഇയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന സംഗതി വേറെ എന്തോ ആയിരുന്നു എന്ന് അവർക്ക് ആ രംഗം കണ്ടപ്പോൾ മനസ്സിലായി. എന്നിട്ട് അവർ ഇപ്രകാരം പറയാൻ തുടങ്ങി, ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയതമന് ചുംബിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൈവന്നില്ല എന്ന് ഓർത്ത് തങ്ങളോട് തന്നെ സ്വയം ദേഷ്യം വന്നു. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ നേതാവും വഴികാട്ടിയും അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് മറ്റെല്ലാ പ്രവാചകരെക്കാളും അനുപമമായ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും വേണ്ടി ഉദാത്ത മാതൃക കാഴ്ചവെച്ചത്. ബദർ യുദ്ധത്തിലുണ്ടായിരുന്ന ലക്ഷണം
അതായത് അടയാളം അല്ലെങ്കിൽ മുദ്രാവാക്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഇപ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹസ്രത്ത് ഉർവ ബിൻ സുബൈറിൽ നിന്നും നിവേദനം, യുദ്ധ ദിവസം മുഹാജിരീങ്ങളുടെ ലക്ഷണം യാ ബനി അബ്ദുറഹ്മാൻ എന്നായിരുന്നു. ഖസ്റജ് ഗോത്രക്കാരുടെ ലക്ഷണം യാ ബനി അബ്ദുല്ല എന്നും ഔസ് ഗോത്രക്കാരുടെ ലക്ഷണം യാ ബനി ഉബൈദുല്ല എന്നുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുതിരപ്പടയ്ക്ക് ഖൈലുള്ള, അള്ളാഹുവിന്റെ കുതിരപ്പട എന്നും പേര് നൽകിയിരുന്നു. ഒരു നിവേദന പ്രകാരം അന്നേ ദിവസം എല്ലാവർക്കും പൊതുവായ ലക്ഷണം യാ മൻസൂർ അമത്, അതായത് അല്ലയോ മൻസൂറെ സഹായിക്കപ്പെട്ടവനെ വധിക്കുക എന്നായിരുന്നു. ഒരു നിവേദനത്തിൽ വന്നിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ മദീനയിലെ അൻസാറുകളുടെ ലക്ഷണം, ഞാൻ പറഞ്ഞു വന്നതുപോലെ അവരുടെ അടയാളം അല്ലെങ്കിൽ മുദ്രാവാക്യം അഹദ് എന്നായിരുന്നു. അത് നിശ്ചയിക്കപ്പെടാനുള്ള കാരണമുണ്ടായിരുന്നു. രാത്രിയുടെ കൂരിരുട്ടിൽ അല്ലെങ്കിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിന്റെ വേളയിൽ ഈ മുദ്രാവാക്യത്താൽ ഇവർ അൻസാരികളാണെന്ന് തിരിച്ചറിയപ്പെടാനായിരുന്നു അത്. അതുപോലെ മുഹാജിരീങ്ങളായ മുസ്ലിങ്ങളുടെ ലക്ഷണം അല്ലെങ്കിൽ മുദ്രാവാക്യം യാ ബനി അബ്ദുറഹ്മാൻ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധ സംബന്ധമായ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇനിയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണികൾ നേരാക്കിയ ശേഷം സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആജ്ഞ നൽകുന്നതുവരെ നിങ്ങൾ ആക്രമണം തുടങ്ങരുത്. ശത്രുക്കൾ നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ അമ്പെയ്ത് അവരെ പിന്നോട്ട് ആക്കണം. കാരണം ദൂരത്തേക്കുള്ള അമ്പെയ്ത്ത് പലപ്പോഴും വ്യർത്ഥമാകാറുള്ളത്. അമ്പുകൾ അങ്ങനെ പാഴാകുകയാണ് ചെയ്യാറ്. അതുപോലെ ശത്രുക്കൾ വളരെ അടുത്തെത്തിയാൽ മാത്രമേ വാൾ പ്രയോഗം നടത്താവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഭാഷണത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ജിഹാദിന് അഥവാ ധർമ്മസമരത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചും ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിച്ചും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആപൽ ഘട്ടത്തിൽ ക്ഷമ കൈക്കൊള്ളുമ്പോൾ അള്ളാഹു പ്രയാസങ്ങളെ ദൂരീകരിക്കുകയും ദുഃഖങ്ങളിൽ നിന്ന് മോചനം ഏകുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്തുത പ്രഭാഷണത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അള്ളാഹുവിനെ ഹംദ് ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്ത ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങളെ അള്ളാഹു ഉത്ബോധിപ്പിച്ച കാര്യത്തെ തൊട്ട് ഉത്ബോധിപ്പിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യത്തെ തൊട്ട് വിലക്കുകയും ചെയ്യുന്നു. മഹാനും ആദരവുടയവനുമായ അള്ളാഹു നിങ്ങളെ സത്യം മുറുകെ പിടിക്കാൻ കൽപ്പിക്കുന്നു. അവൻ സത്യത്തെ ഇഷ്ടപ്പെടുന്നു. സൽക്കർമ്മികൾക്ക് തന്റെ സവിധത്തിൽ ഉന്നത സ്ഥാനവും നൽകുന്നു. സത്യത്തോടുകൂടി അവർ സംവദിക്കുകയും സത്യത്തോടെ അവർ പരസ്പരം മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സത്യത്തിന്റെ പല ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിലാണുള്ളത്. ആ ഘട്ടത്തിൽ അള്ളാഹുവിന് സ്വീകാര്യാർഹരാകുക അവന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. ദുർഘടഘട്ടത്തിൽ ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹു ദുഃഖങ്ങളെ ദൂരീകരിക്കുന്നു. അതുപോലെ വ്യഥകളിൽ നിന്നും മോചനവുമേകുന്നു. പരലോകത്ത് അതുണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. അതായത് ക്ഷമ പ്രകടിപ്പിച്ചാൽ മാത്രം. നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിലവിലുണ്ട്. അവൻ നിങ്ങളെ താക്കീത് ചെയ്യുകയും നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവന്റെ നീരസത്തിന് ഹേതുവാകുന്ന നിങ്ങളുടെ ഒരു കാര്യവും അവന് മുമ്പാകെ വെളിപ്പെടാതിരിക്കട്ടെ. അള്ളാഹു പറയുന്നു, ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തിക്കും അൻഫുസക്കും. അള്ളാഹുവിന്റെ നീരസം നിങ്ങളുടെ പരസ്പരമുള്ള നീരസത്തെക്കാൾ വളരെ വലുതാണ്. നിങ്ങൾക്ക് അവൻ തന്റെ ഗ്രന്ഥത്തിൽ നൽകിയ കൽപ്പനകളിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുവിൻ. അവൻ നിങ്ങൾക്ക് സ്വദൃഷ്ടാന്തങ്ങൾ കാണിച്ചു. അവമാനശേഷം അവൻ നിങ്ങൾക്ക് അന്തസ്സേകി. ദൈവത്തിന്റെ കോന്തല അവൻ നിങ്ങളിൽ സംപ്രീതനാകുമാറ് മുറുകെ പിടിക്കുക. നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പരീക്ഷണത്തിൽ വിജയിക്കുക. അപ്രകാരം അവന്റെ കാരുണ്യത്തിനും പാപപൊറുതിക്കും നിങ്ങൾ അർഹരാകുന്നതാണ്. അവന്റെ വാഗ്ദാനം സത്യപൂർണമാണ്. അവന്റെ വാക്കുകൾ സത്യസന്ധമാണ്. അവന്റെ ശിക്ഷ തീവ്രതയേറിയതാണ്. സ്വയം ജീവിക്കുന്നതിനും മറ്റുള്ളവരെ നിലനിർത്തുന്നതിനുമായ അള്ളാഹുവിനൊപ്പമാണ് നിങ്ങൾ ഉള്ളത്.
അവനോട് നമ്മൾ നമ്മുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ കോന്തല മുറുകെ പിടിക്കുന്നു. അവനിൽ തന്നെ ഭരമേൽപ്പിക്കുന്നു. അവനിലേക്ക് തന്നെ മടങ്ങുന്നതുമാണ്. അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും പുറത്തു തരട്ടെ. ഇതാണ് അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. യുദ്ധത്തിൽ ചിലരെ വധിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിരുന്നു. അതേക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസരത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധവേളയിൽ സ്വഹാബാക്കളോട് ഇപ്രകാരം പറഞ്ഞു: ബനു ഹാഷിം ഗോത്രക്കാരും അതുപോലെ മറ്റു ചിലരും ഖുറൈശികളോടൊപ്പം നിർബന്ധ സാഹചര്യത്തിലാണ് വന്നത്. അല്ലാതെ അവർക്ക് സ്വന്തമായി ഇഷ്ടമല്ല നമ്മോട് യുദ്ധം ചെയ്യാൻ എന്ന് എനിക്ക് അറിവ് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധവേളയിൽ നിങ്ങൾ അവരാരെയെങ്കിലും അതുപോലെ ബനു ഹാഷിമുകാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ വധിക്കരുത്. അബുൽ ബഖ്തരിയെ കണ്ടാൽ അദ്ദേഹത്തെ വധിക്കരുത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കണ്ടാൽ അദ്ദേഹത്തെയും വധിക്കരുത്. കാരണം ഇവരെല്ലാം ഖുറൈശികളോടൊപ്പം സമ്മർദ്ദത്താൽ വന്നതാണ്. ഹദരത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, ഹദരത്ത് അബൂ ഹുസൈഫ ബിൻ ഉത്ബ പറയുന്നു, ഞങ്ങൾ പിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും വധിക്കുകയും അബ്ബാസിനെ വെറുതെ വിടുകയും ചെയ്യണമെന്നോ? അള്ളാഹു ആണ്. അബ്ബാസിനെ കണ്ടാൽ ഞാൻ അവനെ തീർച്ചയായും വാളാൽ വധിക്കുന്നതാണ്. നിവേദകൻ പറയുന്നു, ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബിനോട് പറഞ്ഞു, ഏ അബു ഹഫ്. ഹസ്രത്ത് ഉമർ പറയുന്നു, അള്ളാഹു ആണ്, എന്നെ അന്ന് ആദ്യമായിട്ടായിരുന്നു അബു ഹഫ്സ് എന്ന വിളിപ്പേരെടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തത്. തിരുനബി തുടർന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനെ വാളാൽ വധിക്കുമെന്നോ? ഹസ്രത്ത് ഉമർ പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ തല കൊയ്യാൻ എനിക്ക് അനുമതി നൽകിയാലോ? അതായത് മുനാഫിക്കത്ത് അഥവാ കപടവിശ്വാസം പ്രകടിപ്പിച്ച അബൂ ഹുസൈഫയെ. തുടർന്ന് പറയുന്നു, അള്ളാഹു ആണ് അവൻ, അതായത് അബൂ ഹുസൈഫ കപടവിശ്വാസം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അബൂ ഹുസൈഫ പിന്നീട് പറയുമായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞ ആ വാക്കുകൾ കാരണത്താൽ എനിക്ക് എപ്പോഴും അസ്വസ്ഥതയിൽ കഴിച്ചുകൂടേണ്ടി വന്നു. ഷഹാദത്ത് മുഖേന അതിനുള്ള പ്രായശ്ചിത്തം ആകുന്നത് വരെ, രക്തസാക്ഷിത്വം വരെ ഞാൻ ഭയന്നായിരുന്നു കഴിച്ചു കൂട്ടിയത്. ഹദരത്ത് അബൂ ഹുസൈഫ ഒടുവിൽ യമാമ യുദ്ധത്തിൽ ഷഹീദാകുകയുണ്ടായി. ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കാഫിറുകളുടെ സൈന്യത്തിൽ പങ്കെടുത്ത ചിലർ തങ്ങളുടെ സ്വേച്ഛയാ ഈ ദൗത്യത്തിൽ വന്നു ചേർന്നവരല്ല, മറിച്ച് ഖുറൈശി പ്രമാണിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നവരാണ്. മനസ്സാൽ അവർ നമ്മുടെ ശത്രുക്കളല്ല. അതുപോലെ ആ സൈന്യത്തിൽ ചേർന്ന മറ്റു ചിലരുണ്ട്. അവർ മക്കയിൽ നമ്മുടെ ആപൽഘട്ടത്തിൽ നമ്മോട് മാന്യമായി പെരുമാറിയവരാണ്. അവരുടെ ഔദാര്യത്തിന് പ്രത്യുപകാരം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അവർ മക്കയിൽ മുസ്ലിങ്ങളോട് മാന്യത കാണിച്ചവരാണ്. ആയതിനാൽ അത്തരം ആരെങ്കിലും ഒരു മുസ്ലിമിന് മുന്നിൽ വന്നുപെട്ടാൽ അവരെ യാതൊരു വിധത്തിലും പ്രയാസപ്പെടുത്തരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നിലയിൽ ആദ്യഘട്ടത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും രണ്ടാം ഘട്ടത്തിൽ അബുൽ ബഖ്തരിയെയും പേരെടുത്തു പറഞ്ഞു. അതുപോലെ അവരെ വധിക്കുന്നതിൽ നിന്ന് വിലക്കി. അവർ മുസ്ലിങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ ശ്രമിച്ചവരായിരുന്നു എന്ന കാരണത്താലാണ് അപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ പരിതസ്ഥിതികൾ വളരെ പ്രതികൂലമായി ഭവിച്ചു. അങ്ങനെ അബുൽ ബഖ്തരി വധിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടില്ല. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വധിക്കരുത്, അത് വിലക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മരണത്തിന് മുമ്പാകെ അറിയാൻ സാധിച്ചിരുന്നു. ചരിത്രത്തിൽ വന്നിരിക്കുന്നു, അനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചായ്പിൽ പോയി വീണ്ടും ദുആയിൽ വ്യാപൃതനായി. തിരുനബിക്ക് വേണ്ടി തയ്യാറാക്കിയ സ്ഥലമായിരുന്നു അത്. ഹദരത്ത് അബൂബക്കറും കൂടെ ഉണ്ടായിരുന്നു. ചായ്പിന് ചുറ്റും സാദ് ബിൻ മുആദിന്റെ നേതൃത്വത്തിൽ അൻസാരിങ്ങളുടെ ഒരു സൈന്യവും പാറാവിന് നിയുക്തരായിരുന്നു. ഹദരത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിവസം ഒരു വലിയ കൂടാരത്തിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അൻഷുദുക വാദക വവാദക അല്ലാഹുമ്മ ഇൻ ശിഅത ലൻ തുഅബദ് ബഅദൽ യൗം. അല്ലാഹുവേ, ഞാൻ നിന്റെ വാഗ്ദാനത്തെയും പ്രതിജ്ഞയെയും തൊട്ട് സത്യം ചെയ്യുന്നു. അല്ലയോ എൻ്റെ നാഥ, നീ തന്നെ മുസ്ലിങ്ങളുടെ നാശം ആഗ്രഹിച്ചാൽ പിന്നെ ഇന്നേക്ക് ശേഷം നിന്നെ ആരാധിക്കുവാനായി ആരുമുണ്ടാകില്ല.
അത് പറഞ്ഞതും ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഒന്ന് മതിയാക്കിയാലും താങ്കൾ തന്റെ നാഥനോട് ദുആ ചെയ്യുന്നതിൽ വളരെ ആധിക്യം കാണിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർച്ചട്ട അണിഞ്ഞിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ട അണിഞ്ഞ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്രകാരം ചൊല്ലുന്നുണ്ടായിരുന്നു: തയ്യുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ ബലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വഅമർ. താമസിയാതെ ഇവരെല്ലാവരും പരാജിതരായി പുറംതിരിഞ്ഞോടുന്നതാണ്. ഈ ഒരു നിമിഷത്തെക്കുറിച്ചായിരുന്നു ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ നിമിഷം വളരെ തീവ്രവും കൈപ്പേറിയതുമാണ്. ഹജരത് അബ്ദുല്ല ബിൻ അബ്ബാസ് പറയുന്നു, ഹജരത് ഉമർ ബിൻ ഖത്താബ് എന്നോട് നിവേദനം ചെയ്തു, ബദർ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ നോക്കുമ്പോൾ അവർ 1000 പേരുണ്ടായിരുന്നു. തിരുനബിയുടെ സഹാബാക്കൾ 319 പേരുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിലയിലേക്ക് മുഖം തിരിച്ച് തന്റെ ഇരു കരങ്ങളും നീട്ടി തന്റെ നാഥനെ ഉച്ചസ്ഥരം വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുമ്മ അൻജിസ്ലി മാ വാഅത്തലി അല്ലാഹുമ്മ ആതി മാ വാഅത്തനി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാസിൽ ഇസാബത്ത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തൗബത് ഫിൽ അർദ്. അല്ലാഹുവേ, നീ എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയാലും നീ എനിക്ക് തന്ന വാക്ക് പ്രകാരം നൽകിയാലും അല്ലാഹുവേ, നീ മുസ്ലിങ്ങളുടെ ഈ സംഘത്തെ നശിപ്പിച്ചാൽ പിന്നെ ഭൂമിയിൽ ആരും നിന്നെ ആരാധിക്കാനുണ്ടാകുകയില്ല. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അസ്വസ്ഥചിത്തനായിരുന്നു എന്നാൽ ചിലപ്പോൾ അദ്ദേഹം സുജൂദിൽ വീഴും, ചിലപ്പോൾ എഴുന്നേറ്റ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. തിരുനബിയുടെ ചുമലിൽ നിന്ന് പുതപ്പ് താഴേക്ക് വീണുകൊണ്ടേയിരുന്നു. ഹജരത് അബൂബക്കർ അത് എടുത്ത് തിരുനബിയെ പൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഹജരത് അലി പറയുന്നു, യുദ്ധത്തിനിടയിൽ വെച്ച് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചിന്താകുലനാകുമ്പോഴൊക്കെ തന്നെ തിരുനബിയുടെ ചായ്പിനടുത്തേക്ക് ഓടുമായിരുന്നു. അബൂബക്കർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്നും ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളുടെ നാഥനോടുള്ള ദീനരോധനത്തോടുള്ള ദുആ തന്നെ താങ്കൾക്ക് മതിയായതാണ്. അവൻ താങ്കളോട് ചെയ്ത വാഗ്ദാനം തീർച്ചയായും പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ഒരു ആയത്തിറങ്ങി, ഇദ് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും ഇന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. താങ്കളുടെ നാഥനോട് വിലപിച്ചു പ്രാർത്ഥിച്ച സമയം താങ്കളുടെ ദീനവിലാപം അവൻ സ്വീകരിച്ചു. ഞാൻ തീർച്ചയായും നിനക്ക് 1000 നിരനിരകളായ മലക്കുകളാൽ സഹായമെത്തിക്കും എന്ന വാഗ്ദാനം അവൻ പൂർത്തിയാക്കി. അപ്രകാരം അള്ളാഹു മലക്കുകൾ മുഖേന തിരുനബിയെ സഹായിച്ചു. ഇത് സഹീഹ് മുസ്ലിമിന്റെ നിവേദനമാണ്. ഈ സംഭവത്തെ ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് തന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു. തിരുനബി ചായ്പിൽ ചെന്ന് ദുആയിൽ വ്യാപൃതനായി. ഹജരത് അബൂബക്കർ കൂടെയുണ്ടായിരുന്നു. ചായ്പിന് ചുറ്റും അൻസാറുകളുടെ ഒരു സംഘം സാദ് ബിൻ മുആസിന്റെ നേതൃത്വത്തിൽ പാറാവിന് നിൽക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം യുദ്ധമൈതാനത്തിൽ നിന്നും ഒരു ബഹളം കേൾക്കുമാറായി. ഖുറൈശികളുടെ സൈന്യം കടന്നാക്രമണം നടത്തിയതായി മനസ്സിലാക്കാൻ സാധിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശോകാർദ്രനായ നിലയിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൈകൾ നീട്ടിക്കൊണ്ട് ദുആ ചെയ്യുകയായിരുന്നു. വളരെ അസ്വസ്ഥചിത്തനായിക്കൊണ്ട് പറയുകയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അൻഷുദക അഹദക വ വാദക അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിൽ ഇസാബത്ത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തൗബത് ഫിൽ അർദ്. അല്ലയോ എൻ്റെ നാഥ അല്ലാഹുവേ, നീ നിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയാലും, അല്ലയോ എൻ്റെ യജമാന പ്രഭു, മുസ്ലിങ്ങളുടെ ഈ സംഘം ഇന്ന് ഈ മൈതാനത്തിൽ നശിക്കപ്പെട്ടാൽ ലോകത്ത് നിന്നെ പൂജിക്കുന്ന ആരും തന്നെ ബാക്കിയുണ്ടാകുകയില്ല. ആ സമയത്ത്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അസ്വസ്ഥചിത്തനായിരുന്നു എന്നാൽ ചിലപ്പോൾ സുജൂദിൽ വീഴുമായിരുന്നു, ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനെ ഉച്ചസ്ഥനെ വിളിക്കുമായിരുന്നു. തിരുനബിയുടെ പുതപ്പ് ഇടയ്ക്കിടെ തിരുനബിയുടെ ചുമലിൽ നിന്നും താഴേക്ക് വീഴുമായിരുന്നു. ഹസരത്ത് അബൂബക്കർ അത് എടുത്തെടുത്ത് തിരുനബിയെ പുതപ്പിക്കുമായിരുന്നു. ഹസരത്ത് അലി പറയുന്നു, യുദ്ധം നടക്കവേ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ തിരുനബിയുടെ ചായ്പിനകത്തേക്ക് ഓടി പോകുമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് വിലപിക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. തിരുനബി ഇങ്ങനെ ചൊല്ലുന്നതായി ഞാൻ കേട്ടിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അതായത് അല്ലയോ എൻ്റെ ജീവൽ ദൈവമേ, അല്ലയോ എൻ്റെ ജീവദായകനായ യജമാന. തിരുനബിയുടെ ആ അവസ്ഥ കണ്ട് അബൂബക്കർ പരിഭ്രാന്തനാകുമായിരുന്നു. ചിലപ്പോൾ നിയന്ത്രണാതീതനായി പറയുമായിരുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ, താങ്കൾ പരിഭ്രമിക്കാതിരിക്കൂ. അള്ളാഹു തൻ്റെ വാഗ്ദാനം നിശ്ചയമായും പാലിക്കുന്നതാണ്. അള്ളാഹു തൻ്റെ വാഗ്ദാനം നിശ്ചയമായും പാലിക്കുന്നതാണ്. എന്നാൽ ഒരു പേർഷ്യൻ ചൊല്ല് അർത്ഥവത്താകുന്ന നിലയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആ ചൊല്ലിപ്രകാരമാണ്, ഹർ കെ ആരിഫ് തരസ് തർസാത്തർ. അതായത് ദൈവപരിജ്ഞാനം വർദ്ധിക്കും തോറും ദൈവഭയവും വർദ്ധിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലും അതുപോലെ വിലാപത്തിലും മുഴുകിക്കൊണ്ടേയിരുന്നു. തവക്കുൽ എന്താണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു ഒരു സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ച് സഹാബാക്കളെ ക്രമീകരിച്ചു നിർത്തി. അതായത് അവരവരുടെ സ്ഥാനങ്ങളിൽ വിന്യസിച്ചു. ഇപ്രകാരം യുദ്ധം ചെയ്യണമെന്ന് ഉപദേശിച്ചു. അതിനുശേഷം ഒരു ഏറുമാടത്തിൽ ചെന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാതെ സഹാബാക്കളെ മദീനയിൽ ഉപേക്ഷിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥന നിരതനാകുകയല്ല ചെയ്തത്. മറിച്ച് സഹാബാക്കളുമൊത്ത് യുദ്ധസ്ഥലത്തെത്തി. പിന്നെ അവരെ യുദ്ധത്തിന് വേണ്ടി ക്രമീകരിച്ചു. തുടർന്ന് അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി. ശേഷം ഏറുമാടത്തിൽ ചെന്ന് ദുആ ചെയ്യാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഈ തവക്കുലാണ്, ദൈവത്തിലുള്ള സമർപ്പണമാണ് കൈക്കൊള്ളേണ്ടത്. അതായത് ഭൗതികോപാധികളും ഉപയുക്തമാക്കണം. മനുഷ്യൻ പറ്റുന്നത്ര പ്രയത്നിച്ചുകൊണ്ട് പരിശ്രമിക്കണം. ശേഷം ദുആയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലയിടങ്ങളിലായി കാഫിറുകൾക്കെതിരെ അങ്ങക്ക് വിജയം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ആദ്യ പോരാട്ടമായ ബദർ യുദ്ധം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദ്വായിൽ ഇടയ്ക്കിടെ തിരുനബിയുടെ തിരുമുഖത്തു നിന്നും ഈ വചനങ്ങൾ നിർഗമിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇൻ അഹ്ലക്ത ഹാസിൽ ഇസാബത്ത വലൻ തോബദ ഫിൽ അർസി അബദ. അതായത് അള്ളാഹുവെ 313 പേരടങ്ങിയ ഈ സംഘത്തെ ഇന്നും നീ നശിപ്പിച്ചാൽ ഖയാമത്ത് നാൾ വരെ നിന്നെ ആരും തന്നെ ആരാധിക്കുന്നതല്ല. ഈ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിടുന്നതായി ഹദരത്ത് അബൂബക്കർ ശ്രവിച്ചപ്പോൾ പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അങ്ങ് ഇത്രമാത്രം അസ്വസ്ഥനാകുന്നത് എന്തിന്? അള്ളാഹു താങ്കൾക്ക് വിജയമേകുമെന്ന അഖണ്ഡിത വാഗ്ദാനം നൽകിയിട്ടുള്ളതല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എന്നാൽ അവന്റെ നിരാശ്രയത്വത്തെ തൊട്ടാണ് ഞാൻ ചിന്താകുലനാകുന്നത്. അതായത് എന്തെങ്കിലും വാഗ്ദാനം നിറവേറ്റുക എന്നത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പോലെ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ബാധ്യത ഒന്നുമല്ല. അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്. അതിനാൽ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും ഭയന്നും ചിന്താകുലരായുമാണ് കഴിയേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചായ്പിൽ ചെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് മയങ്ങിപ്പോയി. ശേഷം ഞെട്ടി ഉണർന്നപ്പോൾ പറഞ്ഞു, അലി അബൂബക്കർ, സന്തോഷഭരിതനാകുക, താങ്കളുടെ രക്ഷിതാവിൽ നിന്നും സഹായം എത്തിയിരിക്കുന്നു. നോക്കൂ, അവിടെ നോക്കൂ, ജിബ്രീൽ തന്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് അതിനെ ഓടിച്ചു വരികയാണ്. അതിന്റെ കാൽപാദങ്ങളിൽ പൊടി പുരണ്ട അടയാളമുണ്ട്. ഇത് സീറത്ത് ഇബ്നു ഹിഷാമിലെ നിവേദനമാണ്. മറ്റൊരു നിവേദനത്തിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, താങ്കൾക്ക് സുവാർത്തിയിരിക്കട്ടെ, ഈ മഞ്ഞ തലപ്പാവ് ധരിച്ച വ്യക്തി ജിബ്രീലാണ്. അദ്ദേഹം ആകാശഭൂമികൾക്ക് മധ്യേ തന്റെ കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ചു നിൽപ്പാണ്. അദ്ദേഹം ഭൂമിയിൽ ഇറങ്ങിയ ശേഷം അല്പസമയത്തേക്ക് എന്നിൽ നിന്നും അപ്രത്യക്ഷനായി.
പിന്നെ വീണ്ടും വെളിപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുതിരയുടെ കാലുകൾ പൊടി പുരണ്ടതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഫലമായി അള്ളാഹുവിന്റെ സഹായം തിരുനബിക്ക് എത്തിയതായിരുന്നു അത്. ബദർ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ബദർ മൈതാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ബിൻ അവ്വാമിനെ വലത്തുഭാഗത്തും അതുപോലെ മിഗ്ദാദ് ബിൻ അമ്രിനെ ഇടതുഭാഗത്തും ഖയസ് ബിൻ അബി അസാനെ കാലാൾ പടിയിലും മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചു. സൈന്യത്തിന്റെ പൊതുവിലുള്ള നേതൃത്വം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ തന്നെയായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഭാഗത്തുള്ള അണികളിലായിരുന്നു നിലകൊണ്ടിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് തന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ നിർദ്ദേശിച്ചു. താൻ മുന്നിൽ ആകാത്തത് വരെ ആക്രമണം നടത്തരുത് എന്ന് തിരുനബി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയുധങ്ങളെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം നിർദ്ദേശം നൽകി: ശത്രു നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അമ്പ് ചെയ്തു കൊള്ളുക, കഴിയുന്നത്ര അമ്പുകൾ പാഴാക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ വിവരിക്കപ്പെട്ട അവിടെ പോയി ഇരുന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തു എന്ന സംഭവങ്ങളൊക്കെ തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ്. എന്നാൽ അത് രേഖപ്പെട്ട് കിടക്കുന്ന രീതി അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നൊരു ധ്വനി അതിലുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ അതിനു ആയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ദുആയിൽ ഏർപ്പെട്ടതും തൽഫലമായി അള്ളാഹു മലക്കുകളാൽ സഹായിച്ചതും. ഇപ്രകാരം വന്നിരിക്കുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ മൈതാനത്തിൽ നേരിട്ട് ഇറങ്ങി യുദ്ധം ചെയ്തിരുന്നു എന്നതിനെ കുറിച്ച് ഹദരത്ത് അലിയുടെ ഒരു നിവേദനമുണ്ട്. അത് ഇപ്രകാരമാണ്: ഞങ്ങൾ ബദർ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായി യുദ്ധം ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ശത്രുക്കളോട് ഏറ്റവും സമീപസ്ഥനായി നിലകൊണ്ടിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മറ്റെല്ലാ യോദ്ധാക്കളെക്കാളും മുജാഹിദീങ്ങളെക്കാളും ഏറ്റവും അധികം യുദ്ധം ചെയ്തിരുന്ന വ്യക്തി. യുദ്ധ മൈതാനത്തിൽ ഖുറൈശി സൈന്യത്തിന്റെ വരവും ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും സംബന്ധിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ഖുറൈശികൾ ബദർ മൈതാനത്തിൽ ഇറങ്ങിയപ്പോൾ ആദ്യമായി ഉമൈർ ബിൻ വഹബിനെ അയച്ചുകൊണ്ട് പറഞ്ഞു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര യോദ്ധാക്കളുണ്ട് എന്ന് അന്വേഷിച്ചു വരിക. അപ്പോൾ ഉമേർ കുതിരപ്പുറത്തേറി ഇസ്ലാമിക സൈന്യത്തിന് ചുറ്റും കറങ്ങി തിരികെ മക്ക ഖുറൈശികളുടെ അടുത്ത് വന്ന് പറഞ്ഞു: ഞാൻ കരുതുന്നത് അവർ 300-ൽ അല്പം കുറഞ്ഞോ കൂടിയോ മാത്രമാണ് ഉള്ളത് എന്നാണ്. അയാൾ വീണ്ടും അന്വേഷിക്കാനായി പോയി. ഇസ്ലാമിക സൈന്യത്തെ സഹായിക്കാനായി മറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പോഷക സൈന്യമുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു അത്. അതിനായി ഉമേർ ബിൻ വഹാബ് തന്റെ കുതിരപ്പുറത്തേറി ഒരുപാട് ദൂരം കറങ്ങി നടന്നു. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചു വന്നിട്ട് പറഞ്ഞു: അവർക്ക് സഹായികളായി മറ്റാരെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അല്ലയോ ഖുറൈശികളെ, ഞാൻ കണ്ടത് നിങ്ങൾക്ക് വേണ്ടി മുസീബത്തുകൾ മരണരൂപത്തിൽ അവിടെ ഇറങ്ങിയതായാണ്. മരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒട്ടകങ്ങളെ ഞാൻ കണ്ടു. യസ്രിബിലെ, അതായത് മദീനയിലെ ഒട്ടകങ്ങളെ മരണം പേറി നടക്കുന്നതായി ഞാൻ കണ്ടു. ആ സമൂഹത്തിന് പ്രതിരോധിക്കാനായി സാമഗ്രികൾ ഒന്നും തന്നെയില്ല. അവർക്ക് രക്ഷയ്ക്കായി വാളുകളല്ലാത്ത ഒന്നും തന്നെയില്ല. നമ്മിൽ ഓരോരുത്തരെയും വധിച്ചു കഴിയും വരെ അവരിൽ ആരും തന്നെ വധിക്കപ്പെടുന്നതുമല്ല. അവർ തങ്ങളുടെ എണ്ണം അനുസരിച്ച് നമ്മളിലെ ഓരോരുത്തരെയും വധിച്ചു കളഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബാക്കി എന്ത് അവശേഷിക്കാനാണ്? ഇനി നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് ചെയ്യാവുന്നതാണ്. അയാൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി തന്റെ അഭിപ്രായം വെച്ചതായിരുന്നു. ഈ വാക്കുകൾ കേട്ട് ഹക്കീം ബിൻ ഹിസാം ഉത്ബ ബിൻ റബിയയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു: താങ്കൾ ഖുറൈശികൾക്കിടയിൽ ആദരണീയനായ ഒരു പ്രമാണിയാണ്. അതുകൊണ്ട് താങ്കൾ എല്ലാവരെയും കൊണ്ട് മടങ്ങിപ്പോകുക. എന്നിട്ട് അമ്ർ ബിൻ ഹസ്രമിയുടെ ബ്ലഡ് മണി നൽകുക. അതായത് അയാളെ വധിച്ചതിന് പകരമുള്ള പ്രായശ്ചിത്ത തുക ബ്ലഡ് മണി നൽകുക. ഉത്ബ പറഞ്ഞു: അതെനിക്ക് സമ്മതമാണ്. നീ ഇബ്നു ഹൻസലയുടെ അടുത്തേക്ക് പോകുക. അബൂജഹലിന്റെ പേരാണ് ഇബ്നു ഹൻസല. കാരണം അയാളുടെ പേര് ഹൻസല, അയാളുടെ പിതാവിന്റെ പേര് ഹൻസല എന്നായിരുന്നു. അങ്ങനെ ഹക്കീം ബിൻ ഹിസാം അതിനായി അബൂജഹലിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു: ഉത്ബ താങ്കളുടെ അടുക്കൽ ദിയത്ത്, കൊലപാതകത്തിന് പകരമുള്ള പ്രായശ്ചിത്ത തുക നൽകാനായി അയച്ചതാണ്. താങ്കൾ ഖുറൈശികളുമായി മടങ്ങിപ്പോകണം. ഉത്ബ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ ഭയന്നുപോയി. അബൂജഹൽ പറയുകയാണ്: ഉത്ബ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ തന്നെ ഭയന്നു. അയാൾ ഭീരുത്വമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അള്ളാഹു നമുക്ക് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമിനിടയിൽ ഒരു തീരുമാനം കൽപ്പിക്കുന്നവരെ അള്ളാഹു ആണ്. നമ്മൾ ഒരിക്കലും മടങ്ങി പോകുന്നതല്ല. അബൂജഹൽ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു: ഉത്ബ നമ്മളെ യുദ്ധത്തിൽ നിന്നും തടയുന്നതിന് കാരണം അവനറിയാം, മുസ്ലിങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഒട്ടകത്തിന്റെ ഉരുള പോലെയാണ്. അതായത് അവരെ വധിക്കുന്നത് നമ്മൾക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പോരാത്തതിന് മുസ്ലിങ്ങൾക്കിടയിൽ ഉത്ബയുടെ മകനുമുണ്ടല്ലോ. ഉത്ബയുടെ മകൻ മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ തന്റെ മകൻ കാരണം അയാൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വരാം.
ഉത്ബയുടെ ആ മകൻ ഹസരത്ത് അബു ഹുസൈഫയായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ബദർ മൈതാനത്തിൽ പങ്കെടുത്തിരുന്നു. ഉത്ബക്ക് അബൂജഹൽ തന്നെ ഭീരു എന്ന് പറഞ്ഞ് പരിഹസിച്ച വിവരം അറിയാനിട വന്നപ്പോൾ അയാൾ പറഞ്ഞു, അബൂജഹലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ആരാണ് ഭീരു, ആരാണ് ഭയന്നിരിക്കുന്നതെന്ന്. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് താൻ അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് ഇരു സൈന്യങ്ങളും മുഖാമുഖമായിരുന്നു. മുമ്പ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ സൈന്യങ്ങൾ ഒരുമിച്ച് കൂടുകയായിരുന്നു. കാഫര്യങ്ങളുടെ സൈന്യം വളരെ ഭാരിച്ചതായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സൈന്യങ്ങൾ മുഖാമുഖമായപ്പോൾ യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൈതാനത്തിൽ സന്നിഹിതനായിരുന്നു. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ആ സമയത്ത് ഇരു സൈന്യങ്ങളും പരസ്പരം മുഖാമുഖം വന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ശക്തി വിലാസത്താൽ ആ സമയത്തുണ്ടായിരുന്ന സൈനിക ക്രമീകരണം എപ്രകാരമായിരുന്നു എന്നാൽ ഇസ്ലാമിക സൈന്യം ഖുറേശികൾക്ക് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി എന്നല്ല ഇരട്ടിയായി കാണപ്പെട്ടിരുന്നു. അക്കാരണത്താൽ കാഫര്യങ്ങൾ ഭയചകിതരായിരുന്നു. മറുഭാഗത്ത് ഖുറേശി സൈന്യം മുസ്ലിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ എണ്ണത്തിൽ വളരെ കുറവായി കാണപ്പെട്ടിരുന്നു. അക്കാരണത്താൽ മുസ്ലിങ്ങളുടെ ധൈര്യം വർദ്ധിച്ചു വന്നിരുന്നു. എങ്ങനെയെങ്കിലും ഇസ്ലാമിക സൈന്യത്തിന്റെ ശരിയായ അംഗബലം എത്ര ആണെന്ന് അറിയാൻ വേണ്ടി ഖുറേശികൾ കിണഞ്ഞു പരിശ്രമിച്ചു. അങ്ങനെ അവരുടെ ചോർന്നുപോയ ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഭയചകിതമായ ഹൃദയങ്ങൾക്ക് സാന്ത്വനം ലഭിക്കുമായിരുന്നു. അതിനുവേണ്ടി ഖുറൈശി മൂപ്പന്മാർ ഉമേർ ബിൻ വഹബിനെ അയച്ചു. ഇസ്ലാമിക സൈന്യത്തിന്റെ 4 വർഷവും റോന്തു ചുറ്റി അവരുടെ യഥാർത്ഥ അംഗബലം മനസ്സിലാക്കാനും അവരുടെ പിറകിൽ രഹസ്യമായ വല്ല പോഷക സൈന്യവും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കാനും വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ഉമേർ കുതിരപ്പുറത്തേറി മുസ്ലിങ്ങളുടെ ചുറ്റിലും ഒന്ന് കറങ്ങി വന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ രൂപഭാവങ്ങൾ വളരെ പ്രതാപ ഗരിമയാർന്നതും നിശ്ചയദാർഢ്യമുള്ളതും മരണഭീതി തെല്ലും തീണ്ടാത്ത നിലയിലുള്ളതുമായിരുന്നു. അക്കാരണത്താൽ തന്നെ അയാൾ ഭയചകിതനായി മടങ്ങിവന്നു ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മറിഞ്ഞിരിക്കുന്ന ഒരു പോഷക സൈന്യത്തെയോ അതുപോലെ വല്ലതിനെയോ എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും അല്ലയോ ഖുറൈശി സമൂഹമേ, ഞാൻ കണ്ടത് മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ ഒട്ടകപ്പുറങ്ങളിൽ മനുഷ്യന്മാരെയല്ല മറിച്ച് മരണങ്ങളെയാണ്. യസ്രബിലെ ഒട്ടകപ്പുറങ്ങളിൽ മഹാവിപത്തുകൾ സവാരി ചെയ്യുകയാണ്. ഖുറൈശികൾ ഇക്കാര്യം കേട്ടപ്പോൾ ആകെ പരിഭ്രാന്തരായി അവരുടെ ഒത്താശക്കാരനായി വന്ന സൊറാക്കിയും വെപ്രാളപ്പെട്ട് തിരിച്ചോടി. ജനങ്ങൾ അയാളെ തടഞ്ഞു നിർത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹക്കീം ബിൻ ഹിസാം ഉമേറിന്റെ അഭിപ്രായം കേട്ടപ്പോൾ അസ്വസ്ഥനായിക്കൊണ്ട് ഉത്ബ ബിൻ റബിയയുടെ അടുത്ത് പോയി പറഞ്ഞു, അല്ലേ ഉത്ബ, താങ്കൾ മുഹമ്മദിൽ നിന്നും അമ്ര ഹസ്രമിയുടെ പ്രതികാരമല്ലേ ആഗ്രഹിക്കുന്നത്? അയാൾ നിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നില്ലേ? അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രായശ്ചിത്ത തുക നൽകിയാൽ പോരെ? എന്നിട്ട് നിങ്ങൾ ഖുറൈശികളുമായി മടങ്ങി പോവുക. അതിലാണ് നിങ്ങൾക്ക് എന്നേക്കുമായുള്ള നന്മയുള്ളത്. ഉത്ബ സ്വയം തന്നെ പേടിച്ചരണ്ടിരുന്നു. അതുകൊണ്ട് അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ തിടുക്കത്തിൽ പറഞ്ഞു, മതി മതി, അത് തന്നെയാണ് ശരിയായത്, ഞാൻ അക്കാര്യം അംഗീകരിക്കുന്നു. എന്നിട്ട് ഹക്കീം പറഞ്ഞു, നോക്കൂ, എന്തു പറഞ്ഞാലും മുസ്ലിങ്ങളൊടുക്കം നമ്മുടെ കുടുംബക്കാർ തന്നെയല്ലേ? സഹോദരങ്ങൾ പരസ്പരം വാളെടുത്ത് പോരാടുന്നതും ഉപ്പമാരും മക്കളും യുദ്ധം ചെയ്യുന്നതും നല്ല കാര്യമാണോ? താങ്കൾ ഇപ്പോൾ തന്നെ അബുൽ ഹിക്മിന്റെ അതായത് അബു ജഹലിന്റെ അടുത്തേക്ക് പോകുക. എന്നിട്ട് ഈ അഭിപ്രായം സമർപ്പിക്കുക. ശേഷം ഉത്ബ സ്വയം തന്നെ കുതിരപ്പുറത്തേറി ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. കുടുംബക്കാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ശരിയല്ലെന്നും നമുക്ക് മടങ്ങി പോകുകയാണ് ഉത്തമമെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവന്റെ പാടിന് വിടണമെന്നും മറ്റ് അറബ് ഗോത്രങ്ങളുമായി അവൻ ഏറ്റുമുട്ടട്ടെ, എന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം എന്നും പറഞ്ഞു. തുടർന്ന് പറഞ്ഞു, നോക്കൂ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നിങ്ങൾ എന്നെ ഭീരു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വാസ്തവത്തിൽ ഞാൻ ഭീരുവൊന്നുമല്ല താനും. ഇവർ മരണത്തിന്റെ മൊത്ത വിൽപ്പനക്കാരായാണ് ഞാൻ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയെ ദൂരത്തിൽ നിന്ന് കണ്ടപ്പോൾ കാഫിറുകളുടെ സൈന്യത്തിൽ ആരെങ്കിലും മാന്യനായി ഉണ്ടെങ്കിൽ അത് ആ ചുവന്ന ഒട്ടകത്തിൽ സവാരി ചെയ്യുന്ന വ്യക്തിയാണ്. അവർ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചെങ്കിൽ അവർക്ക് എത്ര നന്നായനെ. എന്നാൽ ഹക്കീം ബിൻ ഹിസാം അബൂജഹലിനോട് ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ സമൂഹത്തിലെ അന്നത്തെ ഫിറഔൻ ഇത്തരം നല്ല കാര്യങ്ങൾ എങ്ങനെ അംഗീകരിക്കാനായിരുന്നു? അയാൾ ഉടനടി പറഞ്ഞു, അത് ശരി, ഇപ്പോൾ ഉത്ബ അയാളുടെ ബന്ധുക്കളെ പരിഗണിക്കാൻ തുടങ്ങിയല്ലേ? എന്നിട്ട് അമ്ര ഹസ്രമിയുടെ സഹോദരൻ ആമിർ ഹസ്രമി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഖ്യകക്ഷിയായ ഉത്ബ എന്താണ് പറയുന്നതെന്ന് കേട്ടോ? അതും നിങ്ങളുടെ സഹോദരനോട് പകരം ചോദിക്കാനുള്ള അവസരം കൈവന്ന ശേഷം ആമിറിന്റെ കണ്ണുകളിൽ രക്തം തെളിച്ചു. അയാൾ അറബികളുടെ രീതി അനുസരിച്ച് തന്റെ ഉടുവസ്ത്രം
കീറി നഗ്നനായി വാ അമ്രാഹു എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങി. അതായത് അഹോ കഷ്ടം, എൻ്റെ സഹോദരന്റെ പ്രതികാരം നടക്കാതെ പോയി, എൻ്റെ സഹോദരന്റെ പ്രതികാരം നടക്കാതെ പോയിരിക്കുന്നു. മരുഭൂമിയിൽ മാറ്റൊലിക്കൊണ്ട ആ ശബ്ദം ഖുറൈശി സൈന്യങ്ങളുടെ നെഞ്ചകങ്ങളിൽ ശത്രുതയുടെ തീനാളങ്ങൾ ജ്വലിപ്പിച്ചു. അങ്ങനെ യുദ്ധത്തിന്റെ തീകുണ്ടം മുഴുശക്തിയോടെ കത്തി ജ്വലിക്കാൻ തുടങ്ങി. അതിനുശേഷം യുദ്ധം തുടങ്ങി. ബാക്കി വിശദാംശങ്ങൾ പിന്നീട് വിവരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.